സദ്വാർത്ത കേട്ടപ്പോൾ സ്നേഹന്മാരുടെ അറിയിക്കുകയാണ്. ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ ഒരു ഗ്യാതറിംഗ് പ്രോഗ്രാം കോട്ടയം നടത്തുവാൻ ധന്യവാനായ ദൈവത്തെ സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പ്രിയ ശുഭപാസ്റ്ററുടെ ഓൺലൈനിലൂടെയുള്ള ഓർത്തഡോക്സിയുടെ വിശദീകരണങ്ങളും പഠനങ്ങളും കഴിഞ്ഞ നാളുകളിൽ നാമെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൗരസ്ത്യ ആ സുവിശേഷ വീക്ഷണം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ അർത്ഥതലങ്ങളെ പറ്റിയെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഏറ്റവും ഭംഗിയായി ലളിതമായി ആശയങ്ങളെ, സത്യവചനത്തെ, സത്യസുവിശേഷത്തെ, ഗ്ലോറിയസ് ഗോസ്പലിനെ, തേജസ്സിന്റെ സുവിശേഷത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ പതിയത്തക്ക നിലയിൽ പ്രിയ ശുഭപാസ്റ്റർ ചെയ്തതായ ആ വലിയൊരു യജ്ഞം നമുക്കറിയാം. കഴിഞ്ഞ 7 വർഷമായി ഓൺലൈനിലൂടെ നാമെല്ലാം കേൾക്കുകയും, പ്രത്യേകിച്ച് മലങ്കരയിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു നവോത്ഥാന കാലഘട്ടമാണ്, ഒരു ഉണർവിന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. നഷ്ടമായി പോയെന്നും ഇല്ലാതായി പോയെന്നും കരുതിയിരുന്നതായ സത്യവിശ്വാസത്തെ യുവതലമുറയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുവാൻ പ്രിയ ദൈവത്തിന് സാധിച്ചു എന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പാശ്ചാത്യ ചിന്തകളാൽ, പാശ്ചാത്യ വേദചിന്തകളാൽ മലങ്കരയുടെ മണ്ണിനെ മലീവസപ്പെടുത്തിയപ്പോൾ സത്യവിശ്വാസം പൗരസ്ത്യ സഭകളിൽ നിന്ന് പോലും അന്യപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച കാലത്ത് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് വെളിപ്പെടുത്തി തന്നതും പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നതും വ്യാഖ്യാനിച്ചു തന്നതുമായ ആ സത്യവിശ്വാസത്തെ മലങ്കരയുടെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, ആ പൗരസ്ത്യ വിശ്വാസത്തിന്റെ മനോഹാരിത ഉയർത്തിപ്പിടിക്കുവാനും അത് ഒരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാനും ആ ഓർത്തഡോക്സ് ആരാധനയുടെ മനോഹാരിത നമ്മളിൽ ഉറപ്പിക്കുവാനും ഒക്കെ പ്രിയ ദൈവത്തിന്റെ പഠിപ്പിക്കലുകൾക്കും ക്ലാസ്സുകൾക്കും ഇടയായി എന്നത് വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാം പരസ്പരം നമ്മൾക്ക് ചെറുപക്ഷി ആദ്യമായിട്ടായിരിക്കാം മുഖാമുഖം എല്ലാവരും കാണുന്നത്.
എങ്കിലും പ്രിയ ശുഭപാസന്റെ ആ ശുശ്രൂഷ നാം എല്ലാം അനുഭവിച്ചുകൊണ്ടായിരുന്നത്. ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് ഇന്നും നാളെയുമായി നമുക്കൊന്നിച്ച് ഇവിടെ ആയിരിക്കുവാനും ഇപ്രകാരം ഒരു കൂടിവരവിനും സർവശക്തനായ ദൈവം ഇടയാക്കി. ഇന്നത്തെ ഈ കൂടിവരവ് ഈ 2 ദിവസമായി നടക്കുന്ന ഗ്ലോറിയസ് ലൊഹറോ എന്ന ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മെ അനുഗ്രഹിക്കുന്നതിനുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം തുത്തുട്ടി ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറും ഇടുക്കി ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയുമായിരിക്കുന്ന യാക്കോബായ സഭയുടെ അനുഗ്രഹീതനായ ഒരു ഇടയശ്രേഷ്ഠനാണ് അഭിവന്യ സക്രിയാസ് മാർ ഫെലിക്സ് തിരുമേനി. അദ്ദേഹം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ പിതാവിനെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഔപചാരികമായി ഇപ്പോൾ സ്വാഗതം ചെയ്യുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ മീറ്റിംഗിന്റെ എല്ലാം കാരണക്കാരനായിരിക്കുന്ന പ്രിയ ശുഭപാസ്റ്റർ അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ധാരാളം അച്ഛന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഫോളോവേഴ്സായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹീത വചനങ്ങൾക്കായി ഈ മീറ്റിംഗിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനെല്ലാമായി നമ്മുടെ മധ്യയായിരിക്കുന്ന അഭിവന്യ തിരുമനസിനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എനിക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഷിബു, അതുപോലെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹം, സുവിശേഷത്തില് പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ അവതരിപ്പിക്കുന്നത് ഒരു ടീച്ചറായിട്ടാണ്, പഠിപ്പിക്കുന്ന സഹായകൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. സത്യത്തില് എൻ്റെയും ഈ ഷിബുവിൻ്റെയും ഒക്കെ ജീവിതയാത്രയിലെ ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര ആരംഭിച്ചതാണ്. ആ ജീവിതയാത്രയിൽ പരിശുദ്ധാത്മാവാണ് അന്ന് ഞങ്ങളെ പ്രചോദിപ്പിച്ചിരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നത് ഒരു 90 കാലഘട്ടത്തിൽ ഒന്നിച്ച് ഈ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ഒരു ശോച്യാവസ്ഥകളുടെ മധ്യത്തിൽ ഒരു നവീകരിക്കപ്പെട്ട സഭാ വിശ്വാസ ചൈതന്യത്തിലായിത്തീരാൻ വേണ്ടി കുറെ ചെറുപ്പക്കാര് ഇറങ്ങി തിരിച്ചതിൽ ഞാനും ഉണ്ടായിരുന്നു. അതിന്റെ അന്നത്തെ കാലത്തെ ലീഡർ ഷിബുവായി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഏത് കാര്യം വായിച്ചാലും വായിച്ച് ഗ്രഹിക്കുവാനായിട്ടുള്ള നല്ല കഴിവ് ഇന്ന് മാത്രമല്ല അന്നുമുണ്ടായി. ബൈബിൾ വ്യാഖ്യാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സാധാരണയായിട്ട് പള്ളികളിലെ ഏവങ്കേരിയൻ പ്രസംഗത്തിന് അച്ഛന്മാർ വ്യാഖ്യാനിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ആഴമായ അർത്ഥങ്ങൾ സുവിശേഷത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അങ്ങനെ ശ്രോതാക്കളെ കൂടെ നിർത്തുവാനുമുള്ള ഒരു ദൈവിക താലന്ത് അദ്ദേഹത്തിന് അന്നും ഉണ്ടായിരുന്നത് ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. സത്യത്തിൽ അതിനുശേഷം ഞങ്ങള് കുറേയേറെ ചെറുപ്പക്കാരെ, എനിക്ക് തോന്നുന്നൊരു 10-40 ചെറുപ്പക്കാരെ ഒന്നിച്ചു കൂടി. ഞാൻ ആദ്യമായിട്ട് ഷിബുവിനെ കാണാൻ വരുമ്പോൾ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഈ ഒരു പ്രാർത്ഥനായോഗം മണറാട് നടന്ന് അട്രാക്ട് ചെയ്തിരുന്നത് സത്യത്തിൽ പ്രാർത്ഥനായോഗത്തിന് മുമ്പ് പ്രാർത്ഥനായോഗം തുടങ്ങുമ്പോൾ യാമപ്രാർത്ഥനകൾ നിർത്തി പ്രാർത്ഥിക്കണമെന്ന് ഷിബു നിഷ്കർഷിക്കുമായിരുന്നു. നിർത്തി പ്രാർത്ഥിക്കണം. അപ്പൊ മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ പ്രാർത്ഥനകളും
പള്ളികളിലെ പ്രാർത്ഥനകളുമൊക്കെ അത്ര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പ്രാർത്ഥിക്കുക, തുടങ്ങുക, അത് തീരുക എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നിർത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തി പ്രാർത്ഥിപ്പിച്ച് ഒരു 10, 25, 30, 40 ചെറുപ്പക്കാരെ നിർത്തി യാമപ്രാർത്ഥന ചൊല്ലിക്കി. അതിനുശേഷം സ്വാഭാവികമായി എല്ലാവരോടെ ചേർന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ആ കൂട്ടത്തിൽ കോളേജ് ക്യാമ്പസുകളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം. പിന്നെ ബിഷപ്പ് ഹൗസിലേക്കൊന്നും വന്ന ആക്സസ് തീരെ കുറവാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അച്ഛനെ ഒന്ന് സ്വാധീനിക്കാൻ എത്രയോ അച്ഛന്മാരുടെ വീടുകൾ വഴി ഞങ്ങൾ കയറി ഇറങ്ങി നിന്ന് ഓർക്കുകയാണ്. ഒരു അച്ഛനെ കിട്ടാൻ, നമ്മുടെ ഒരു പ്രാർത്ഥന യോഗത്തിൽ വന്നൊരു അച്ഛൻ ഒന്ന് ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച കാലങ്ങളുണ്ട്. പക്ഷേ അന്നാരും കാര്യമായി ഞങ്ങളെ ആരെയും പ്രോത്സാഹിപ്പിച്ചതായി തോന്നുന്നില്ല. എന്തായാലും ആ കാലങ്ങളെല്ലാം പിന്നിട്ട് ഞങ്ങളെല്ലാവരും പലരും പല വഴിയിലൂടെ യാത്ര ചെയ്തു. കുറേ പേരൊക്കെ മരിച്ചുപോയി. ചിലരെല്ലാം പല വിശ്വാസങ്ങളിലേക്കെല്ലാം തിരിഞ്ഞ് പോയി. ശിവനെ ദൈവം നയിച്ചു. പല വഴികളിലൂടെ, പല രാജ്യങ്ങളിലൂടെ, പല അനുഭവ സമ്പത്തുകളിലൂടെ നയിച്ചു. ആ കാലഘട്ടത്തിൽ എന്നെ നയിച്ചത് ഈ സഭയിലൂടെ, സെമിനാരിയിലൂടെ ഒക്കെ നയിച്ച അനേകം അനുഭവങ്ങളിലൂടെ ഞാൻ വളർന്ന സഭയിൽ നിന്ന് മെത്രാപ്പൊലീത്തയായി മാറിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ സഭയുടെ വിശ്വാസത്തിൻ്റെ ചൈതന്യം അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നല്ല സ്വാധീനമേർക്കത്തക്ക രീതിയിൽ പ്രഘോഷിക്കാൻ തക്കവണ്ണം എന്നേക്കാളും നീളമുള്ള താടിയും നമ്മുടെയൊക്കെ തിരുമേനിമാരുടെ താടി ഇന്നലെ ഒരു ആള് ഭയങ്കര വിമർശനം പറയുന്നത് കേട്ട്. പല തിരുമേനിമാരും താടിയൊന്നും നീട്ടുന്നില്ല. അതൊക്കെ കൊച്ചു പിള്ളേരെ പോലെ വടിച്ചൊക്കെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് കേൾക്കാനേ. അപ്പൊ ഞാനിത് പെട്ടെന്ന് ശിവന്റെ കാര്യമാണോ, ഞങ്ങളെക്കാളൊക്കെ നീണ്ട താടിയും അതുമൊക്കെ വെച്ചൊരു സന്യാസിയുടെ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട്, ഒരു ഗുരുവിന്റെ ഭാവത്തിൽ നിന്ന് എല്ലാവരെയും പഠിപ്പിക്കുവാനും അത് നന്നായി സ്വാധീനിക്കുവാനും, അങ്ങനെ സഭയിൽ നിന്ന് അന്യമായി പോയ, ക്രിസ്തുവിന്റെ ഗാത്രത്തിൽ നിന്ന് അന്യമായി പോയവരെയൊക്കെ ക്രിസ്തുവിന്റെ ഗാത്രത്തോട് ചേർത്ത് കൊണ്ടുവരുവാനും കൂദാശയുടെ ഒരു ഐക്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്നു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്കറിയാം, ക്രൈസ്തവ സഭകളെല്ലാം തന്നെ ഇന്ന് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യുവതീവാക്കന്മാരൊക്കെ പടിയിറങ്ങിപ്പോകുന്ന കാലഘട്ടം. കേരളം പ്രായമുള്ളവരുടെ നാടായി മാറുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം വിശ്വാസ മേഖലകളെല്ലാം പലരാൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടം. അതുപോലെ സാക്ഷ്യ ജീവിതം, മാതൃകാ ജീവിതം കുറഞ്ഞു പോകുന്നു എന്ന പരാതികൾ ഉയരുന്ന നിമിത്തം പലപ്പോഴും സ്വാധീനങ്ങളില്ലാതെ പോകുന്ന കാലഘട്ടം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ക്രിസ്തുവിന്റെ തിരുവചനം സ്വാധീനിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ സുറിയാനി സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള ദൈവ കൃപയുടെ പ്രത്യേകത, അത് അതിൻ്റെ കൂടെ അധികാരമോ ശക്തിയോ ഒന്നും, മാനുഷിക അധികാരങ്ങളൊന്നും കാര്യമായിട്ടില്ല. മറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പല സഭകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത് ഭൗതിക സാഹചര്യങ്ങൾ, ഭൗതിക സമ്പത്തുകൾ, രാഷ്ട്രീയ സ്വാധീനങ്ങൾ, എണ്ണത്തിന്റെ പെരുപ്പം, അതുപോലെ ലോകത്തിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങള്, രാഷ്ട്ര തലത്തിലുള്ള സ്വാധീനങ്ങൾ, നയതന്ത്രപരമായ സ്വാധീനങ്ങൾ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ചർച്ചകളെ പിടിച്ചുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ താടി നീട്ടി വളർത്തി നിഷ്കളങ്കരായ നമ്മുടെ പിതാക്കന്മാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു ഏറ്റവും നല്ല കണ്ണിയാണ് ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് നമ്മുടെ ബസേലിയോസ് പൗലോസ് തിതിയൻ ബാവ. നമ്മുടെ പൗരസ്ത്യ സഭ
പിതാക്കന്മാരുടെ ഒരു നല്ല കണ്ണിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ്. നിഷ്കളങ്കനായ ഒരു പിതാവ്. അദ്ദേഹം വലിയ ഭാഷാ പണ്ഡിതനാണ്. സുറിയാനി സഭയുടെ സുറിയാനി ഭാഷാ പണ്ഡിതനാണ്. കറകളഞ്ഞ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ അദ്ദേഹം ഒരു ലോകപരമായ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യനെന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. പലപ്പോഴും ക്ഷമിക്കാനും കരയാനും മാത്രം അറിയാവുന്ന ഒരു പിതാവ്. ഒരുപക്ഷെ തിരിഞ്ഞു നിന്ന് നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സുറിയാനി സഭയിൽ, പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ നിഷ്കളങ്കത പലപ്പോഴും നമുക്കൊത്തിരി പരാജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോലും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കരയാനും പ്രാർത്ഥിക്കാനും നിഷ്കളങ്കതയോടെ എല്ലാം പോട്ടെ എന്ന് വെക്കാനും സാധിച്ച ഈ പിതാവിന് അദ്ദേഹത്തിന്റെ കാലശേഷം സമ്പാദിക്കാൻ സാധിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും ആയില്ലെന്ന് മാത്രമല്ല, നിറഞ്ഞ കണ്ണുകളോടെ കൂടി മാത്രമേ അദ്ദേഹത്തെ ഓർക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നലെയും ഒരാൾ ഫോൺ വിളിച്ചു. അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ആ വൃദ്ധനെ കണ്ടിട്ടുള്ളൂ, പക്ഷേ മായ്ക്കാൻ പറ്റാത്ത ഒരു വലിയ ഓർമ്മ, ഒരു ചിത്രം എൻ്റെ മനസ്സിൽ അദ്ദേഹം തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു ആ ചിത്രം? എന്ത് അറിവാണ് നൽകാൻ സാധിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരറിവും എനിക്ക് അദ്ദേഹം തന്നില്ല. ഞാൻ ചെന്നിരുന്നു, ആ വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് പോയി ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളമൊഴിച്ച് ഒരു കട്ടൻ ചായ ഇട്ട് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് എനിക്ക് തന്നു. ഞാൻ കണ്ണീരോടുകൂടി, അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കണ്ണീരോടുകൂടി തിരുമേനി ബാവ തന്നത് വാങ്ങി കുടിച്ചു. വീണ്ടും എഴുന്നേറ്റ് പോയിട്ട് ഒരു പൊട്ട് കൈതച്ചക്ക, ഇത് പഴുത്തതല്ല എന്ന് ബാവയ്ക്ക് മനസ്സിലായി തോന്നുന്നു. അദ്ദേഹം തന്നെ നിന്നുകൊണ്ട് അത് ചെത്തിയിട്ട് ആ മൂക്കാത്ത കൈതച്ചക്ക എനിക്ക് തന്നു. ഞാനിത് കടിച്ചപ്പോൾ നാക്ക് ചൊറിയാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കൈതച്ചക്ക നല്ലതാണ്, വിറ്റാമിൻ സി ഇതിനകത്ത് ധാരാളമുണ്ട്, ഇത് ഒരെണ്ണം കൂടെ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കൈതച്ചക്കയുടെ പകുതി എന്നെ കൊണ്ട് കഴിപ്പിച്ചു. ഞാൻ അവിടുന്ന് നട ഇറങ്ങി പോന്നപ്പോൾ എനിക്ക് കണ്ണീരോടുകൂടി അല്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ലോകത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരുന്നതിൽ നിന്നുള്ള ഓർമ്മയാണ്. അദ്ദേഹം മരിക്കരുതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറ്. നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാരിൽ പലരും സഭയ്ക്ക് വേണ്ടി അവശേഷിപ്പിച്ചത് ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ ചിത്രമാണ്. അപ്പോൾ ആ ചിത്രത്തോട് ചേർത്ത് അവർ നമുക്ക് നൽകിയ വിശ്വാസത്തിന്റെ ചൈതന്യം നിലനിൽക്കുകയാണ്. ഇതാണ് ഇനി നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത്. അപ്പോൾ അവിടെ പല പ്രതിസന്ധികളും നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ സത്യത്തെക്കുറിച്ചുള്ള നല്ല വ്യാഖ്യാനം നൽകുവാൻ ഷിബുവിന് സാധിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ദൈവമേ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വളരെ നല്ലവരായി. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് എനിക്ക് അഭേദ്യ ബന്ധമുണ്ട്. ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ യൗവനകാലത്തിൻ്റെ ഒരു നല്ല സമയവും അവരുടെ വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു പങ്കാളിയായിട്ട് ഞാൻ പല ദിവസങ്ങളും, മിക്കവാറും ദിവസങ്ങളിലൊക്കെ രാവിലെ അവിടെ വരും, വൈകിട്ട് വരെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ അവിടെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലായിരുന്നു ഞങ്ങളുടെ ഒരു വർഷം 2 വർഷത്തെ താമസം. അങ്ങനെ ജീവിച്ച ശേഷം ആ കുടുംബത്തിലേക്ക് എനിക്ക് പ്രവേശനമില്ലാത്തൊരവസ്ഥ, അങ്ങനെ പ്രവേശനം ഇല്ലെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിൽ എനിക്ക് മനപ്രയാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പെങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നവരാണ്. ഞാനതൊന്നും ഈ സഭാ സുവിശേഷ ശുശ്രൂഷയിൽ മറന്നുപോയിട്ടില്ല. അപ്പം അവർക്ക് എൻ്റെ അടുക്കലേക്ക് വരാനും പറ്റാത്തൊരവസ്ഥ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ മെത്രാപ്പൊലീത്തയായ ശേഷം മണർകാട് ഒരു പെട്രോൾ ബങ്കിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഐഷയും കുറേ ആളുകളും കൂടെ
പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് വണ്ടിയിൽ വരിക. വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ കണ്ടു കർത്താവിന് വേണ്ടിയാണ് ഈ ആയിഷയുടെയും ജീവിതം സമർപ്പിച്ചത്. അപ്പോ എന്നെ കണ്ട് ആയിഷ ഒന്ന് ചിരിച്ചു. അപ്പൊ കൂടെ ഇരുന്ന പാസ്റ്റർമാർ പറഞ്ഞു, ആ എൻ്റെ ആംഗലയുടെ കൂടെയൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ് ഈ ബിഷപ്പ് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. അപ്പം പാസ്റ്റർമാര് ആയിഷയോട് പറഞ്ഞു, ഇപ്പൊ കണ്ടോണം അവരുടെയൊക്കെ ജാഥ, തിരിഞ്ഞു പോലും നോക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ഞാന് പെട്ടെന്ന് കാറിന്റെ അടുത്ത് നിന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, ഷിബു ഇപ്പൊ എവിടെയാ? ഷിബു ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അമേരിക്കയിലാണ്. അമ്മയ്ക്ക് എന്നാ ഉണ്ട്? ഞാൻ വിശേഷങ്ങൾ ചോദിച്ചു. എൻ്റെ കാലം വിട്ടുപോയി, ഐഷയുടെ കാലം വിട്ടു. അപ്പൊ ഐഷ അന്ന് ആ പാസ്റ്റർമാരോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇതിന് നമുക്ക് വിളിക്കാവുന്ന പേരാണ് ദൈവസ്നേഹം. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ആ കാറിൽ വെച്ച് എന്നെ കണ്ട് ചിരിക്കുകയും എന്നെ വിളിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിന്റെ പടിയിൽ ഞാൻ കാൽപടി ചവിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ചൈതന്യത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് സത്യത്തിന്റെ വചനം ശരിയായി പ്രഘോഷിക്കുന്ന ഇടയന്മാരെ ഈ ലോകത്ത് സൃഷ്ടിക്കാൻ ആ സത്യത്തിന്റെ പ്രവാചകരായി ഈ കുടുംബത്തെ തന്നെ ദൈവം ഉയർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സഹോദരി എൻ്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂത്ത സഹോദരി പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ സഹോദരി അവിടെ കുർബാനയ്ക്ക് വരുന്നയാളാണ്. ഷിബു എൻ്റെ നല്ലൊരു അടുത്ത സ്നേഹിതനാണ്. ഞാൻ മെത്രാപ്പോലിത്തയായപ്പോൾ അന്ന് ഷിബു സഭയിലേക്ക് വന്നിട്ടില്ല. എന്നിട്ടും എനിക്ക് വേണ്ടി കുറെ സ്നേഹ സമ്മാന പൊതികളുമായിട്ടാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത്. എനിക്ക് കൃത്യസമയത്ത്, അതുകൊണ്ടാണ് ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നത്. 10 സെക്കൻഡ് സൂചി കയറിയപ്പോൾ ഞാൻ ഇവിടെ വിറ്റത്തെത്തി. കാരണം എനിക്ക് അദ്ദേഹം മെത്രാപ്പോലിത്തയായപ്പോൾ സമ്മാനിച്ചത് ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിയിടുന്ന വാച്ചാണ്. ഈ മഹാത്മാഗാന്ധിയുടെയൊക്കെ പോലെ കെട്ടിത്തൂക്കിയിടുന്ന വാച്ചും അതുപോലെ അടയാളം വെക്കാനുള്ള ഒരു ഗോൾഡൻ മാർക്കറുമാണ് എനിക്ക്. പിന്നെ വേറെ കുറെ സമ്മാനങ്ങളുണ്ട്. അത്രയും സമ്മാനങ്ങളാണ് എനിക്ക് നൽകിയത്. അപ്പോ ഈ ജീവിത കാലയളവിൽ സ്നേഹം കൊണ്ട് സ്വാധീനിച്ച ബന്ധങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ബന്ധം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഭാര്യ എന്നോട് പറയുമായിരുന്നു, ആ മഴകാട് പള്ളിയുടെ ശവക്കോട്ടയെ വന്ന് ശവടക്കുമ്പോൾ ഞങ്ങൾ എത്തിവലിഞ്ഞ് നോക്കും ഒന്ന് കാണാൻ. സത്യത്തിൽ ഞാൻ ഓർത്തു, ഇതിനൊക്കെ ഉപരിയായ എത്രയോ വലിയ സ്നേഹബന്ധമാണ് പുലർത്താൻ സാധിച്ചത്. അപ്പോ സഭയുടെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ തുടങ്ങിയ ആ ദൈവീയ ഗുണങ്ങളിൽ നിന്നുകൊണ്ട് അടുത്ത തലമുറയിൽ പരിശുദ്ധ സഭയുടെ വിശ്വാസ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ ആ ജ്ഞാനം പകർന്ന് ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. അതിൽ ക്രൈസ്തവ സാക്ഷ്യമുയർത്താൻ സഭയ്ക്ക് പല ദൗത്യങ്ങളുണ്ട്. അതിലൊരു ദൗത്യം ഇവാഞ്ചലൈസേഷനാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുക, ആ വെളിച്ചം പകരുക. രണ്ടാമത്തെ ദൗത്യം നമുക്ക് മിഷനാണ്. സഹോദരനെ സ്നേഹിക്കുവാനും അവനെ കരുതുവാനുമുള്ള നമ്മുടെ ദൗത്യം. അതുപോലെ അനേകം ദൗത്യങ്ങൾ നമുക്ക് സഭയ്ക്ക് ബാക്കിയുണ്ട്. സുറിയാനി സഭ, നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാർ ഈ നാട്ടിലേക്ക് വന്നു. സുരക്ഷിതമായ യാത്രയൊന്നും ആയിരുന്നില്ല. ഇവിടെ വന്ന് ഭാഷ അറിയാൻ മേലാത്തവരെ ഭാഷ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവർ തന്നെ ഭാഷ പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ ഇവിടെ ഈ സുറിയാനി പാരമ്പര്യവും അതുപോലെ സുറിയാനി വിശ്വാസവും ഒക്കെ പകർന്നു. നമ്മൾ യഥാർത്ഥത്തിൽ, ഞാൻ ഈ അടുത്ത കാലം ചിന്തിച്ചൊരു കാര്യം, ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെ ഒരു സുറിയാനി പിതാവാകും? ഞാൻ സുറിയാനി പിതാവാകണമെങ്കിൽ ഭാഷ അറിയാൻ മേലാത്തൊരു നാട്ടിൽ പോയി അവരുടെ ഇടയിൽ ജീവിച്ച് അവരെ എന്നോട് ചോദിക്കണം, ഇതെന്താ ഈ ഇട്ടിരിക്കുന്നത്, ഈ വേഷത്തിന്റെ അർത്ഥം എന്താ എന്നൊക്കെ എന്നോട് ചോദിക്കുകയും എനിക്ക് അവരോട് പറയുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ ഇത് പകർന്ന് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ പിതാക്കന്മാരുടെ ജീവിതം എനിക്ക് അടുത്ത തലമുറയ്ക്ക് പകരാൻ സാധിച്ചു. അതേ അർത്ഥത്തിൽ സുറിയാനി പിതാക്കന്മാരുടെ ചൈതന്യം തന്നെ പകരാൻ സാധിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഒരു സേഫ് സോണിൽ നമ്മളായിത്തീരുക എന്നതിനുപരിയായി ഭാരതത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളും
നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിളിയലായുസൂനുമൊക്കെ ഉയരേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ നിങ്ങളൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യൂന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, അദ്ദേഹമാണ് എനിക്ക് പട്ടം തന്നത്. അദ്ദേഹമാണ് എൻ്റെ ഒരു ഗുരുവാണ്, അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം ചരിത്രപരമായി നമുക്കറിയാം ഹിസ്റ്ററിയിൽ ഇത്ര നന്നായി കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ഒരു പിതാവ് നമുക്ക് ഇല്ല. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹിസ്റ്ററി വെച്ച് നടത്തുന്ന പ്രവചനമുണ്ട്. ഹിസ്റ്ററി വെച്ച് അദ്ദേഹം പ്രവചിക്കും. അദ്ദേഹം പറയും, ഈ ഇന്ന സംഭവം ഇന്ന കാലത്ത് ഇന്നതുപോലെ നടന്നതുകൊണ്ട് അതിൻ്റെ അന്ത്യം ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ ആരംഭിച്ചാൽ ഇങ്ങനെയായിരിക്കും തീരുക. ഞാനതിന് കാത്തിരിക്കും, കാത്തിരിക്കും. ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഞാൻ തിരുമേനി പറയും, തിരുമേനി എന്തെങ്കിലും ഒന്നും ആക്ഷൻ ഒരു നടപടി ഒരാവശ്യമില്ല. തിരുമേനി പറയും, എല്ലാത്തിനും ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ട്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതൊക്കെ അനുസ്യൂതമായി ഒഴുകും, ബാക്കി എല്ലാത്തിനും ഒരു നാച്ചുറൽ ഡെത്ത് സംഭവിക്കും. അത്ര എളുപ്പത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കോളേജിൽ പോലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരുമേനി പറയും, തിരുമേനി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കും. അപ്പോൾ തിരുമേനി പറയാം, കോളേജിലൊക്കെ ഉള്ള വിഷയങ്ങൾ കുട്ടികളുടെ വിഷയങ്ങളാണ്, അതിനൊക്കെ ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ട്, സാവധാനം കൊണ്ട് നടന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശാന്തത. അദ്ദേഹത്തെ ഇവിടെ ക്ലാസ്സിൽ വിളിച്ചത് വളരെ നന്നായി എനിക്ക് തോന്നാറുണ്ട്, വളരെ ആധികാരികമായി, എന്നാൽ അതോടൊപ്പം തന്നെ ആഴത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരാളാണ് സഭയിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. ചില ആളുകൾ, ഞങ്ങളിങ്ങനെ സംസാരിച്ച് പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, എന്നോട് അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ എന്നോട് വന്ന് പറയും, തിരുമേനി ശുഭഭാസം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം, തിരുമേനി ഫോണിൽ സംസാരിക്കേണ്ട നമ്പറുണ്ട്. അപ്പം ഞാൻ പറയും, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ ഞങ്ങൾ അന്ന് സംസാരിച്ചു തരും. അന്നേരം ഞാൻ പിന്നെ പറയും, ഇല്ല, ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് യാത്ര ചെയ്ത് തുടങ്ങിയവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്നേഹബന്ധം ഈ പ്രാവശ്യം വന്നപ്പോൾ മിക്കവാറും എല്ലാ അവധിക്ക് വരുമ്പോഴും ധ്യാന കേന്ദ്രത്തിൽ വരികയും എന്നെ കാണുകയും ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഐഷ ഒന്ന് പറഞ്ഞിരുന്നു, വീടൊക്കെ ഒന്ന് കൂതാശ ചെയ്യണം, വല്ല ഒന്ന് ശരിയാകട്ടെ, തിരുമേനി ഒരു ദിവസം ഒന്ന് വരണം. ഞാനങ്ങനെ കുറച്ച് ദിവസം കാത്തിരുന്ന്, അപ്പോൾ പണിയൊന്നും തീരാഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു എന്നെ വിളിച്ചില്ല. ഞാനൊരു ദിവസം പറഞ്ഞു, ഞാനങ്ങോട്ട് വരികയാണ്. അങ്ങനെ അമ്മയെ കണ്ടപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, പണ്ട് ഓർക്കുന്നുണ്ടോ, പയ്യനായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചത്, അച്ഛനായി മെത്രാച്ചനൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങളെയൊക്കെ മറന്നു പോകും. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ആ ആഴ്ചയിലാണ് അമ്മ മരിച്ചത്. അപ്പോൾ ആത്മബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ വാക്കുകൾക്കൊക്കെ എത്ര അപ്പുറത്താണെന്ന് ഞാൻ ഓർക്കുക. അതുകൊണ്ട് പ്രത്യേകം ഷിബുവിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ അതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സഭാ പ്രതിസന്ധികൾക്ക് അപ്പുറത്ത്, നമുക്കറിയാം യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസ മേഖലയിലല്ല, സഭകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ വലിയ കഷ്ടനഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചത്. ഒരു നൂറ്റാണ്ട് നടന്ന ഈ തർക്കങ്ങളിൽ നമ്മുടെ ദൗത്യത്തിൽ നമുക്ക് ഭൗതിക സമ്പത്തും നേർച്ച പണങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധികളൊക്കെ അവസാനിക്കണമെങ്കിൽ അതിലുപരിയായി ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഉയർത്തെഴുന്നേക്കണം. ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ മാത്രമേ അത് സാധിക്കൂ. കോടതികളിലൂടെ കൊണ്ടോ സ്വാഭാവിക ചർച്ചകൾ കൊണ്ടോ അല്ല അത് സാധിക്കുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമൂഹം വഴിയേ സാധിക്കത്തുള്ളൂ. അത് ഇതിലൂടെ സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനെല്ലാം ഈ സംഘടനയ്ക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. ഗ്ലോറിയസ് സ്യൂഡോ 2025 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അഭിവൃദ്ധിയ സെക്രട്ടറിയോടുള്ള നന്ദി ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിൽ
എല്ലാവരുടെ പേരിലും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന ഗ്ലോറിയസ് ടൂറിൽ കടന്നു വന്ന എല്ലാ ഡെലിഗേറ്റ്സിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രോഗ്രാം സെഷനുകളെല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ദൂരത്ത് നിന്ന് കടന്നു വന്നവരുണ്ട്. ശിവചരിയും ഗ്ലോറിയസ് ഹോസ്പിറ്റലിലെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുവരെ നമുക്ക് പ്രോഗ്രാമാണ്. വൈകുന്നേരം 8 മണി വരെ നമുക്ക് പ്രോഗ്രാം ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് നമ്മുടെ സെഷൻസ് ആരംഭിക്കുന്നതാണ്. രാവിലത്തെ സെഷൻ ഷിബിച്ചാൻ തന്നെയാണ്. ഉച്ചവരെയുള്ള സെഷൻ ഷിബിച്ചാനാണ് എടുക്കുന്നത്. സെഷൻസ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെ കുറിച്ച്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സെന്റ് സേവിയേഴ്സ് നമ്മുടെ പുതിയതിലൊക്കെ വായിക്കുന്ന സേവിയേഴ്സ് തിരുമേനിയുടെ ക്രിസ്റ്റോളജി ആസ്പദമാക്കിയുള്ള സെഷനാണ്. അത് അഭിയന്ത്യ തോമസ് തിരുമേനി വടക്കമ്പദാസൻ തിരുമേൻ അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ചില സംഗീത പരിപാടിയുണ്ട്. അത് എങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്യുന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സെഷൻ നമുക്ക് 3 മണിക്ക് 3:30 ഉണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് 6 മണിക്ക് നാസ്തികർക്കും ഇസ്ലാമികർക്കുമുള്ള ഓപ്പൺ ഫോറം പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ജോർജ് ഇപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥനയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ മനോഗുണം ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇപ്പോൾ നമുക്ക് 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ മനസ്സിനെ ഞാനറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി നിന്തിരുവണഗുണമതിനാലെ എനിക്കു നീ മനോഗുണം ചെയ്യണമേ. ആദ്യം മുതൽ തന്റെ മനോഗുണം ഉണ്ടായിരിക്കട്ടെ. ആമീൻ. തന്റെ ആകാശഭൂമിയും നിറഞ്ഞിരിക്കുന്നവരായ തമ്പുരാൻ പരിശുദ്ധൻ 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 സ്ത്രീ ദൈവമായ നാമത്തിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിരാശപ്പെടണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ബോധവും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ കർത്താവായ യേശുമിശിഹായായിട്ട് തൊട്ടവനാകുന്നു. ശുദ്ധമുള്ളവരെ ഞങ്ങൾക്ക് വേണ്ടി
ആരംഭിപ്പാനും നിറവേറ്റുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങൾ നിഷ്ഫലമാകാതിരിപ്പാൻ നിന്റെ കരുണയുടെ കോട്ടയാൽ ഞങ്ങളെ നീ ചുറ്റിക്കൊള്ളുമാറാകണമേ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. തിരുവിഷ്ടപ്രകാരമുള്ള ഫലത്തിൽ നിന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകല നല്ല കാര്യങ്ങളുടെയും കാരണഭൂതനും യജമാനും ആയുള്ളവരെ, ഞങ്ങളുടെ ഈ ശ്രമവും ആയുസ്സിലുള്ള എല്ലാ പ്രയത്നങ്ങളും അവിടുത്തെ തൃക്കൈയിലും അങ്ങയുടെ മഹത്വദേശം ആയിരിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പുത്രനെയും പരിശുദ്ധമായും ഇപ്പോഴും നിന്നെയും സ്തുതിക്കുമ്പോൾ തിരിച്ചുമാകണമേ.
Thank you.
Hey